1,00,000 രൂപ ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന കവറേജ് 50,000 to 75,000 ഒക്കെ ആവാം. ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ കാര്യം പറയാൻ വേണ്ട. 10 ലക്ഷം to 20 ലക്ഷം വരെയൊക്കെ ഹോസ്പിറ്റൽ ബില്ല് വന്നിട്ട് കുടുംബം വരെ വിറ്റിട്ട് അത് ബില്ല് അടക്കേണ്ട അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. വിചാരിച്ചു നോക്ക്. കാരണം എന്താ, നമ്മൾ പൈസനേക്കാളും ഇമോഷൻസ് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞവരെ ജീവിതം എന്ന് വിചാരിച്ചു നോക്ക്, വളരെ പത്തറ്റിക് ആയിരിക്കും. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട 4 കാര്യങ്ങളുണ്ട് ബേസിക്കലി. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉണ്ടോ, പിന്നെ കൺസ്യൂമർ കവറേജ് ഉണ്ടോ, തേർഡ് എന്ന് വെച്ചാൽ റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഉണ്ടോ, പിന്നെ ഫോർത്ത് എന്ന് വെച്ചാൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ആണോ. ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ ഒരു ലിങ്ക് എൻ്റെ ബയോ കൊടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഇതൊരിക്കലും ഒരു പരസ്യ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഈ കുറഞ്ഞ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്ന പ്രീമിയം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കമ്പയർ എടുക്കാൻ പറ്റുന്ന സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുക്കാം. ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ കൺസ്യൂമർ കവറേജ്. എന്താ വെച്ചാൽ നമ്മൾ ഈ സർജറി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസിൻ്റെ അകത്ത് കവറേജ് കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പോൾ അതെന്താ വെച്ചാൽ ഈ നീഡിൽസ്, ഗോസ്, ചെറിയ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പീനട്സ് എന്നൊക്കെ പറയും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻഷുറൻസ് കിട്ടില്ല. അത് 15-20% വരെ കവറേജ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ആകാൻ നോക്കാം. അത് കഴിഞ്ഞാൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. ഹോസ്പിറ്റലിൽ വരുന്നതിന് മുന്നേ ഡയഗ്നോസിലേക്ക് എത്താൻ വേണ്ടി ഡോക്ടർമാർ ചെയ്യുന്ന ടെസ്റ്റുകൾ, ഇപ്പോൾ MRI, CT, പല ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യും. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. അതും കിട്ടണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ കഴിഞ്ഞിട്ട് അസുഖം ഭേദമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ചെയ്യും. ആ സംഭവമാണ് എന്ത്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. ഈ 2 സ്ഥലങ്ങളുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാർഡും പ്രൈവറ്റ് റൂംസും പല ഫെസിലിറ്റീസും ഉണ്ടാവും. ഈ പ്രൈവറ്റ് റൂംസിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി നമുക്ക് റൂം റെൻറ്റ് ക്യാപ്പിംഗ് എന്ന് പറയും. നമുക്ക് ഇഷ്ടമുള്ള റൂം ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി. എങ്ങനെ ക്യാഷ്ലെസ് ആവുക, നമ്മൾ ഒരിക്കലും ബില്ല് നമ്മൾ തുടയാൻ വേണ്ടി വരില്ല. ഇൻഷുറൻസ് കമ്പനി ഡയറക്റ്റ്ലി സംഭവം അടക്കും. നമ്മൾ ഒരിക്കലും എന്താ പറയുക, മുൻകൂട്ടിയിട്ട് പേ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ക്ലെയിമിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനീൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരില്ല. അപ്പം ഈ സാധനങ്ങളൊക്കെ കമ്പയർ ചെയ്യണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഇൻഷുറൻസ് എടുക്കാത്ത ആൾക്കാരുടെ പ്രധാന റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, സാർ അഫോർഡബിൾ, ഞാൻ ഇലക്ട്രീഷ്യനോ പ്ലംബറാണ് ഡ്രൈവറാണ്, എന്നെ കൊണ്ട് പറ്റില്ല സാർ. സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ 500 തൊട്ട് 1000 വരെ രൂപ പ്രീമിയം അടിച്ചിട്ട് നിങ്ങൾക്ക് 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ GST സംഭവത്തിന് എടുത്തു കളഞ്ഞത് കാരണം നിങ്ങൾ എടുക്കുന്ന പ്രീമിയത്തിന് ഡബിൾ ദ കവറേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആസ്മ, ഷുഗർ, പ്രഷർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ Day 1 തൊട്ട് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം, നിങ്ങൾ ഫാമിലിക്ക് മൊത്തമായിട്ട് കവറേജ് എടുക്കാം. പിന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുന്നവരെ കാത്തു നിന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ പെടുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഈ താഴെ കൊടുത്ത QR കോഡിലോ എൻ്റെ ബയോയിൽ കൊടുത്ത ലിങ്കിലോ കയറിയിട്ട് നിങ്ങൾക്ക് 25% വരെ ഡിസ്കൗണ്ടിൽ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഇൻഷുറൻസ് ഏജൻസികളിൽ നിന്ന് നിങ്ങൾക്ക് സംഭവം എടുക്കാവുന്നതാണ്. ഞാൻ പെർട്ടിക്കുലർലി പറയുകയാണ്, ഇതൊരു ആഡല്ല. ഇന്ന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് മാത്രം എടുക്കാൻ പാടില്ല, ഇന്ന് നല്ലതാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിളായ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുന്നതായിരിക്കും. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.